നമസ്കാരം, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ മുന്നിലേക്ക് ഒരു പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. വേറൊന്നുമല്ല, ഒരു ചെറിയൊരു ട്രാവൽ വീഡിയോയാണ്. അപ്പം ഈ ഒരു ഭാഗം കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണും ഞാൻ എങ്ങോട്ടായി പോയിരിക്കുന്നതെന്ന്. എല്ലാവരും ഈ വീഡിയോ കണ്ടപ്പോൾ, ഈ ഗോപുരം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും എല്ലാവർക്കും അല്ലേ? അതേ, നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിലാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഇത് അമ്പലത്തിൻ്റെ കിഴക്കേ നടയാണ്. അപ്പോൾ നമുക്ക് കിഴക്കേ നടയുടെ ഗോപുരത്തിൻ്റെ ഉള്ളിലേക്ക് നമുക്കൊന്ന് കയറി ചെല്ലാം. ഭയങ്കര തിരക്കാണ്. ഞങ്ങൾ വെള്ളിയാഴ്ച രാവിലെയാണ് എത്തിയത്. അപ്പം ഹോളിഡേ ആയതുകൊണ്ട് തന്നെ ഭയങ്കര അപ്പം ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോകാത്തവരായി ആരും തന്നെ കാണില്ല അല്ലേ? പ്രശസ്തമായ ക്ഷേത്രമാണ്. അപ്പോൾ അമ്പലത്തിൻ്റെ ഈ നടയുടെ രണ്ട് സൈഡിലും നിരവധി കടകളാണുള്ളത്. പൂജാ സാധനങ്ങളും സെറ്റായാലും അതുപോലെ തന്നെ വിളക്കും കൃഷ്ണവിഗ്രഹവുമായ നിരവധി കടകളുണ്ട്. പിന്നെ ഇവിടെ ഒന്നും ഒത്തിരി വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പം ഗുരുവായൂർ അമ്പലത്തിലെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കൃഷ്ണന്മാർക്ക് രണ്ടുപേർക്കും മാലയൊക്കെ ചാർത്തി നല്ല രസമായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേറൊരു സ്ഥലത്തേക്ക് പോകാം. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് പുന്നത്തൂർ കോട്ടയിലേക്കാണ്. ഇവിടെ നിരവധി ആനകളുണ്ട്. അപ്പോൾ ഇത് പാസ് എടുക്കുന്ന സ്ഥലമാണ്. ഇതാണ് മെയിൻ എൻട്രൻസ് വരുന്നത്. ഇവിടെ നല്ല തിരക്കാണ്. ഒരുപാട് ആൾക്കാരാണുള്ളത്. ഹോളിഡേ ആയതുകൊണ്ട് തന്നെ നിരവധി ആളുകളാണുള്ളത്. അപ്പോൾ ഒത്തിരി ആനകളെ നമുക്കിവിടെ കാണാം. ഇതൊരു കുഞ്ഞ് ക്ഷേത്രമാണെന്ന് തോന്നുന്നു, അറിയില്ല നമുക്ക്. ഞങ്ങൾ ചെന്നപ്പോൾ നട അടച്ചിട്ടേക്കുമായിരുന്നു. പക്ഷേ ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ നല്ലൊരു ഏരിയ ആണത്. ആനക്കൂട്ടിലെല്ലാം പോയി ഞങ്ങൾ പിറ്റേ ദിവസമായപ്പോൾ വേറൊരു ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പം ഈ ക്ഷേത്രത്തിൽ ചെറിയൊരു വിശേഷം കാണാം. ഈ ക്ഷേത്രം ഈ ഭാഗം കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും അറിയായിരിക്കും ഇതേതാണ് അമ്പലമെന്ന്. അപ്പോൾ ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് വരാം. മറ്റെവിടെയല്ല, നമ്മുടെ സ്വന്തം വടക്കുന്നാഥൻ്റെ മണ്ണിലാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. ആ ഭാഗത്തോട്ട് നമുക്ക് മൊബൈൽ ഫോൺ, വീഡിയോയോ ഫോട്ടോയോ ഒന്നും എടുക്കാൻ പറ്റില്ല. കർശനമായി നിരോധിച്ചിരിക്കുകയാണ്. അവിടെ എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അകത്ത് നമുക്ക് വീഡിയോ ഒന്നും പറ്റില്ല. അപ്പോൾ ഇനി ഞങ്ങൾ പോകുന്നത് വടക്കുന്നാഥിന് തൊട്ടടുത്തുള്ള വേറൊരു ക്ഷേത്രത്തിലോട്ടാണ്. പാറമേക്കാവ് ഭഗവതി ക്ഷേത്രം. വടക്കുന്നാഥിന് അത്ര തന്നെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രം തന്നെയാണ് പാറമേക്കാവ് ഭഗവതി ക്ഷേത്രം. ഇത് തേക്കിൻകാട് മൈതാനമാണ്. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ടാറ്റാ.